കർണാടകയിലെ മംഗളൂരിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടെ മംഗലാപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. മംഗലാപുരത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നമ്മളെ 143-48 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഇന്ന് LHB റണ്ണിലാണ് പോകുന്നത്. ഇന്ന് ആദ്യത്തെ LHB റണ്ണാണ്. അപ്പം അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ മംഗലാപുരത്തേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മംഗലാപുരത്ത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് ഓൾറെഡി LHB ആയിക്കഴിഞ്ഞു. ഫെബ്രുവരി 16 അത് LHB ആയിക്കഴിഞ്ഞു. അത് ഫസ്റ്റ് LHB റൺ ഫെബ്രുവരി 16 പോയി. അപ്പം മംഗലാപുരത്ത് തിരുവനന്തപുരത്തേക്കുള്ള ഫസ്റ്റ് LHB റണ്ണാണ് ഇന്ന് ഫെബ്രുവരി 19. അപ്പം അത് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ മംഗലാപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റേഷനകത്തോട്ട് പോയി ട്രെയിനൊക്കെ കാണാം. അപ്പം മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മെയിൻ എൻട്രൻസ് വഴി നമുക്ക് നേരെ കയറി പോവാം. സമയം ഇപ്പം 1:50 ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുക 2:25 കേട്ടോ. മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഇവിടെ ഉണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് കയറി പോവാം. നല്ല റഷാണ് ഇപ്പോൾ ഈ സമയത്ത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ നല്ല റഷാണ്. മംഗളൂരു സെൻട്രലിലെ ആസ് യൂഷ്വൽ ടൈമിംഗ് അനുസരിച്ച് ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ഉണ്ടാവേണ്ട വണ്ടി ഇതാ ചെന്നൈ മെയിലാണ്. ആ വണ്ടി തന്നെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഏത് കാലത്ത് LHB ആവുന്നതോ. നമ്മുടെ വണ്ടിയുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 3 പ്ലാറ്റ്ഫോം നമ്പർ 3 ഇതാ നമ്മളെ ബ്രാൻഡ് ന്യൂ LHB മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ബ്രാൻഡ് ചെയ്ത നമ്മളെ ബ്രാൻഡ് ന്യൂ മംഗലാപുരം LTT മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ്. ഈ രണ്ട് വണ്ടികളും റേറ്റ് ഷെയറിംഗ് ആണ്. ഇന്ന് രാവിലെ വന്ന തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് ഇന്ന് രാവിലെ വന്ന മംഗലാപുരം എക്സ്പ്രസ് ആണ് ഇന്ന് മുംബൈയിലേക്ക് മത്സ്യഗന്ധമായിട്ട് പോവാം. മത്സ്യഗന്ധമായിട്ട് വന്ന വണ്ടിയാണ് ഇനി നേരെ തിരുവനന്തപുരത്തേക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മംഗളൂരു സെൻട്രലിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന 3 ഡെയിലി ട്രെയിനുകളാണ് ഇപ്പോൾ LHB ഉള്ളത്. ഒന്ന് ഈ 2 വണ്ടികളും പിന്നെ മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, ആ വണ്ടിയും. പിന്നെ മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റിൻ്റെ കോച്ചൊക്കെ നോക്കിയാൽ നല്ല പുതുപുത്തൻ 2024 മെയ്ഡ് കോച്ചാണ് കേട്ടോ മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റിനൊക്കെ. പിന്നെ അതൊക്കെ ഡിസ്പ്ലേ ബോർഡൊക്കെ ഉണ്ട് ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറഞ്ഞിട്ട്. ഇത് 3rd AC ആണ്. പിന്നെ അപ്പുറത്തുള്ളതാണ് നമ്മളെ വണ്ടി. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് 2 വണ്ടികളുടെയും ലോക്കോമോട്ടീവ് ഏതാണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാ നല്ല പുതുപുത്തൻ 2024 ബിൽഡ് കോച്ച്. AC 3 ടയർ B4 ആണിത്. നമുക്കിതിനകത്തോട്ടൊക്കെ കയറി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് തന്നെ വരാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ലോക്ക് കണ്ടിട്ട് വരാം. മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും നമ്മളെ തിരുവനന്തപുരം എക്സ്പ്രസ്സും LHB ആയതോടെ ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഉണ്ടായത് ICF ഉണ്ടാകുമ്പോൾ 11 സ്ലീപ്പർ ക്ലാസ് ആണ് ഉണ്ടായത്. ഇപ്പോൾ 11 സ്ലീപ്പർ ക്ലാസ്സിൽ നിന്ന് 3 സ്ലീപ്പർ ക്ലാസ് വെട്ടിക്കുറച്ച് മാറ്റിയിട്ട് 8 സ്ലീപ്പറാണ്. 8 സ്ലീപ്പറും പകരം 2 3rd AC എക്കണോമിക് കോച്ച് ഉണ്ടല്ലോ, M1 M2, അത് ആ 2 കോച്ചും. പിന്നെ പഴയ പോലെ 2 2nd AC-യും 4 3rd AC-യും പിന്നെ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അതിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ലേഡീസിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ജനറേറ്റർ കാറും പിന്നെ അതുപോലെ തന്നെ ഒരു SLRT കോച്ചും. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ കോച്ച് കമ്പോസിഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുമ്പോട്ട് പോയി ലോക്കോമോട്ടീവ് ഏതാണെന്ന് നോക്കിയിട്ട് വരാം. 2 വണ്ടികൾക്കും WP4 ആണ് ലോക്കോമോട്ടീവ് ഉള്ളത്. 2ഉം ഈ റോഡിൻ്റെ ലോക്കോമോട്ടീവ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ ലോക്കോൻ്റെ ആ ഒരു അറ്റത്ത് പൂമാലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. നമ്മളെ വണ്ടിയുടെ ലോക്കോമോട്ടീവിന് മുന്നിൽ ചെറുതായിട്ട് പൂമാലൊക്കെ ഉണ്ട് കേട്ടോ. ആരോ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ്. ഇന്ന് ഫസ്റ്റ് LHB റണ്ണാണല്ലോ ഇതിൻ്റെ. ഇതാണ് ട്രെയിനിൻ്റെ നെയിം ബോർഡ് 163-47 163-48 മംഗളൂരു എക്സ്പ്രസ്. ഇതിൻ്റെ അടിയിൽ മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റിൻ്റെ നെയിം ബോർഡും ഉണ്ട്. ഇതാ മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ്. മത്സ്യഗന്ധ എക്സ്പ്രസിൻ്റെ കേട്ടോ, ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ ശരിക്കും. 2 ജനറേറ്റർ കാർഡും ഓണാണ്, കാരണം WP4 ആണല്ലോ ലോക്കോമോട്ടീവ്. പിന്നെ മെയിൽ സൂപ്പർ ഫാസ്റ്റ് അത് അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ജനറേറ്റർ കാർ കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ തന്നെ അൺറിസേർവ്ഡ് കോച്ചാണ്. ഇതിൻ്റെ നെയിം ബോർഡ് കാണിച്ചു തരാം. തിരുവനന്തപുരം മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ്. ഹേ പ്രഭു, ഇതെന്ത് കൊച്ചുവേളി യോഗിനഗർ ഋഷികേശാ? 2 വണ്ടിയായിട്ട് റെക്ഷറിങ് കളിഞ്ഞ എന്ത് സംഭവം? ആ ഒരു ട്രെയിനിൻ്റെ കോച്ചാണെന്ന് തോന്നിയത്. കൊച്ചുവേളി യോഗിനഗർ ഋഷികേശിൻ്റെ കോച്ചൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. എന്തായാലും 2024 വേണ്ടി കോച്ചനെ ഇത്.
അൺറിസർവ്ഡിൻ്റെ ഉള്ളിലേക്ക് വരിക കേട്ടോ. നല്ല പുത്തൻ കൊച്ചാണ്. അൺറിസർവ്ഡ് കോച്ചായി ഇപ്പുറത്തോട്ട് വരുമ്പോൾ A2 ആണ്, സെക്കൻഡ് AC. അപ്പോൾ ഇതൊന്ന് കയറി കണ്ടോക്കാം നമുക്ക്. ആൾക്കാരൊക്കെ വന്നിട്ടോ സെക്കൻഡ് ACയിൽ. നല്ല അടിപൊളി കോച്ച്, ഒന്നും പറയാല്ല, പെർഫെക്റ്റ് 2024 മെയ്ഡ് കോച്ചാണ്. നല്ല അടിപൊളി പുറത്താണ്. സെക്കൻഡ് ACൻ്റെ കളർ സ്കീം തന്നെ മാറ്റുന്നുണ്ട്. ഈ സീറ്റിനുള്ള ബർത്തിനുള്ള കളറൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ കർട്ടന് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കോച്ച്. പിന്നെ ഇതാ ഇവിടെ ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ACയും ജനറൽ തമ്മിൽ ലോക്ക് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ സാധാരണ ബംഗാളികൾ വണ്ടി പോലെ ഒന്നും ഇല്ല ഇത്. ഇതിന് അതേ കോച്ചും കൊച്ചുവേളി യോഗിനി ഋഷികേഷിൻ്റെ അതേ കോച്ച് തന്നെയാണ്. കാരണം ഞാൻ കാണിച്ചു തരാം. ഇവിടെ KCB എഴുതുന്നുണ്ടോ, ഇത് യോഗിനി ഋഷികേഷൻ എക്സ്പ്രസിൻ്റെ കോച്ചാണ്. അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൊച്ചുവേളിയാണ്. അടുത്ത കോച്ച് വരുന്നത് AC എക്കണോമിയാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറി ഇതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മംഗലാപുരം സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രലിൽ ഓടുന്ന ട്രെയിനുകളിൽ AC എക്കണോമി കോച്ചുള്ള ആദ്യത്തെ ട്രെയിൻ ഈ എക്സ്പ്രസ് ആണ്, ഈ ട്രെയിനാണ്. കാരണം വേറെ ഏത് ട്രെയിനുകളിലും AC എക്കണോമി കോച്ചില്ല. തേർഡ് AC, സെക്കൻഡ് AC അങ്ങനെയൊക്കെ ഉള്ളൂ. അതുപോലെ നമുക്ക് ബാത്റൂം കാണാനുണ്ട് ആദ്യം. നമുക്ക് AC എക്കണോമി കോച്ചിൻ്റെ ബാത്റൂം കാണാം. നല്ല അടിപൊളി ബാത്റൂം കേട്ടോ. പിന്നെ പുതിയ വണ്ടിയാണല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ബാത്റൂമാണ്. ഇനിയിപ്പോൾ ഇത് മുംബൈയിലോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥയൊക്കെ നല്ല രീതിക്ക് മാറും. കാരണം അടുത്ത ആൾക്കാർ അത്രമാത്രം വൃത്തികളാക്കുമെന്ന് അറിയില്ല. പിന്നെ ഇതിന് മുമ്പേ വന്ന വണ്ടിയാണ്, അപ്പം കുഴപ്പമൊന്നുമില്ല. വേണ്ടിയിട്ട് ട്രെയിനിൽ ഇതാ CCTV ഒക്കെ ഉണ്ട്, ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ ട്രെയിനിൽ. ഡോറിൻ്റെ അടുത്ത് എന്തെങ്കിലും അപകടമൊക്കെ എന്തെങ്കിലും അതൊക്കെ കണ്ടെത്താനുള്ള ക്യാമറ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് കയറി പോകാം. അടിപൊളി കോച്ച്, അടിപൊളി കോച്ച് കേട്ടോ. ഈ AC എക്കണോമിൻ്റെ ഈ കളർ സ്കീം വേറെ തന്നെ ഒരു രസമാണ് കാണാൻ. മുകളിലത്തെ പുറത്ത് പർപ്പിൾ ഒരു മെറൂൺ കളറും, പിന്നെ ഇതൊരു ഗ്രീൻ കളറും ക്രീം കളറും മെറൂൺ കളറും നല്ല അടിപൊളി പുറത്താണ് കേട്ടോ. സെക്കൻഡ് AC എക്കണോമിൻ്റെ കോച്ച് വേറെ തന്നെ രസമാണ്. പിന്നെ പില്ലോ ബ്ലാങ്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിക്കുള്ള കൂളിംഗ് ഉണ്ട് ഈ വണ്ടി. പിന്നെ AC എക്കണോമിക്ക് മിഡിൽ ബർത്തിൽ AC വെൻ്റൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇത് ഭയങ്കര കൺജസ്റ്റഡാണ്. ബർത്തൊക്കെ നല്ല വീതി കുറവാണ്. പിന്നെ അടുത്തത് നമുക്ക് തേർഡ് AC കാണാം. B4 2024 വേൾഡ് തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നല്ല അടിപൊളി കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, പുതിയതിൻ്റെ സ്മെല്ല്. പിന്നെ അതുപോലെ തന്നെ താഴെ 2 ലൈറ്റ് ഉണ്ട്. ഇത് പൊതുവേ AC എക്കണോമി കോച്ചിനാണ് ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ തേർഡ് ACക്കും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ബർത്താണ്. കാരണം കുഷീനൊക്കെ നല്ല രീതിക്ക് നല്ല കുഷീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഈ വണ്ടി ഇത്ര വൃത്തിയിൽ ഓടുന്നതെന്ന് പറയാൻ പറ്റില്ല, കാരണം മുംബൈയിലോട്ടൊക്കെ പോകുന്ന വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള AC വെൻറ്റും കൂളും നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച് S8 ആണ്. S8ൽ സീറ്റൊന്നും കൺഫേം അല്ല, ബർത്തൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ RAC അല്ല, നമ്മുടെ പകൽ സ്ലീപ്പർ ഉണ്ടല്ലോ, അതായത് DE റിസർവേഷൻ കൗണ്ടർ പോയിട്ട് എടുത്തതാണ്. ആ ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. സ്ലീപ്പറിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീപ്പറിലോട്ട് പോയിട്ട് സ്ലീപ്പറിൻ്റെ കാഴ്ചകളും കാണാം. ഇപ്പോൾ ഇതാണ് ആ ടിക്കറ്റ്. 70 രൂപയാണ് ടയവാങ്ങേണ്ട ഒരു സെൻറ്ററിൽ നിന്ന് കാണാൻ. നോർമൽ ഫെയർ 40 രൂപ. കണ്ട കണ്ട സ്ലീപ്പർ മെയിൽ എക്സ്പ്രസ് ജേർണിന്ന് 70 രൂപ. DE റിസർവേഷൻ. S8ൽ മാത്രമേ കയറാൻ പറ്റൂ കേട്ടോ. ഇത് നമ്മൾ സാധാരണ നോർമൽ അൺറിസർവ് ടിക്കറ്റ് പോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് DE റിസർവേഷൻ എന്നൊക്കെ സ്ലീപ്പറിൻ്റെ അവിടെ പോയിട്ട് ഞാൻ പറയാം. നമ്മൾ നേരത്തെ കണ്ട തേർഡ് ACനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ തേർഡ് ACക്ക് AC എക്കണോമിൻ്റെ അതേ കളറാണ് കേട്ടോ. ബർത്ത് കിട്ടും കണ്ടോ, മെറൂണ് ക്രീം, പിന്നെ അതുപോലെ തന്നെ മെറൂണ്, പിന്നെ ആ ലൈന് ഒറ്റ നോട്ടിൽ കണ്ട ഇത് AC എക്കണോമി എന്ന് തോന്നിപ്പിക്കും, പക്ഷേ തേർഡ് AC ആണ്. കാരണം ഇവിടെ നല്ല രീതിക്ക് തന്നെയുള്ള വീതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബർത്ത് കണ്ടാലും മനസ്സിലാവും നല്ല രീതിക്കുള്ള വീതിയുണ്ട്. ഇതാണ് സ്ലീപ്പർ ക്ലാസ് S8 ആണ് കാണുന്നത്.
നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് സ്ലീപ്പർ ക്ലാസ്സിന് ഇൻറ്റീരിയറും കൂടിയാണ് നോക്കാം. സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഫുള്ളാണ് കേട്ടോ. ഇവിടെ ഒന്നും ആരുമില്ല. ഇത് S6 ആണ് കേട്ടോ. S8 ഒക്കെ ഫുള്ളാണ്. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാൻ നടന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഇന്ത്യ തന്നെയാണ്. എല്ലാ കോച്ചും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഓക്ക എറണാകുളത്തിന് ഉണ്ടായത് ആ സെയിം കോച്ച്. അല്ല കുഷിനൊക്കെ നല്ല രീതികളുടെ കോച്ച്. ഞാൻ വാസ്കോഡ ഗാമ വെളങ്ങനെ എക്സ്പ്രസ് യാത്ര ചെയ്തിട്ടില്ല. സെയിം കോച്ച്, ആ വണ്ടി കണ്ട സെയിം കോച്ച്. ഇപ്പുറത്തിതാ മംഗളൂരു സെൻട്രൽ വിജയപുര സ്പെഷ്യൽ എക്സ്പ്രസ് ഇതിവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ റിസർവേഷൻ കോച്ച് എന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ഈ ട്രെയിനുകളിൽ സ്ലീപ്പറുടെ ട്രെയിൻ ഉണ്ടാവല്ലോ, ഓവർനൈറ്റ് ട്രെയിനുകളിൽ. ഇപ്പോൾ ഓവർനൈറ്റ് ട്രെയിനുകളിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് എണ്ണം വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജനറൽ തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽവേ DE റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അത് എല്ലാ ഓവർനൈറ്റ് വണ്ടികളൊന്നും ഇല്ല. അതായത് ഇപ്പം രാത്രി ഇവിടുന്ന് പുറപ്പെടുന്ന മാവേലി മലബാറൊക്കെ ഉണ്ട്, അതിനൊന്നും DE റിസർവേഷൻ ഇല്ല. പിന്നെ അവിടെ നിന്ന് പുറപ്പെടുന്ന മാവേലി മലബാറിനൊക്കെ ഉണ്ട്. മാവേലിക്കില്ല, മലബാറിനുണ്ട്. അത് അവിടുന്ന് തിരുവനന്തപുരത്ത് വിട്ട് കഴിഞ്ഞാൽ കണ്ണൂരൊക്കെ എത്തുമ്പോൾ രാവിലെ ആവും. അപ്പോൾ ആ സമയത്ത് കണ്ണൂർ ടു മംഗളൂർ അത് DE റിസർവേഷൻ കോച്ചാണ്. അതുപോലെ തന്നെയാണ് ഈ വണ്ടിക്കുള്ള കോച്ച്. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് വരെ ഈ വണ്ടിയുടെ S8 DE റിസർവേഷൻ കോച്ചാണ്. അതായത് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ലീപ്പർ ക്ലാസ്സിലും കയറി ഇരിക്കാൻ പറ്റില്ല. കോച്ചിൻ്റെ കണക്കൊക്കെ ഉണ്ട്. S8 ഈ വണ്ടിക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ S8 മാത്രമേ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിനു മുമ്പാണെങ്കിൽ ഈ വണ്ടിക്ക് S10 S11 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റൊരു സ്ലീപ്പറേ ഉള്ളൂ S8. കാരണം സ്ലീപ്പറിൻ്റെ എണ്ണം കുറഞ്ഞല്ലോ. പിന്നെ ഇത് മംഗളൂർ ടു കോഴിക്കോട് വരെ DE റിസർവേഷൻ ആയിരിക്കും. കോഴിക്കോട് ടു തിരുവനന്തപുരം അല്ല കോഴിക്കോട് ടു എറണാകുളം ഇത് നോർമൽ സ്ലീപ്പർ ആയിരിക്കും. അതായത് ബുക്കിംഗ് കൊടുത്ത് ഫുൾ ബർത്ത് RAC അതൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ, അതായിരിക്കും. അപ്പോൾ കോഴിക്കോട് വരെ ഇത് ജനറൽ പോലെ തന്നെ ആയിരിക്കും. റേറ്റ് കുറച്ച് കൂടുതൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റിസർവേഷൻ ടിക്കറ്റിനും ഒരു കുഴപ്പമുണ്ട്. കാരണം നമ്മൾ ജനറൽ ടിക്കറ്റ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. എത്ര ജനറൽ ടിക്കറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം, അൺലിമിറ്റഡ് ആയിട്ട് ജനറൽ ടിക്കറ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തു പോകും. അതേപോലെ തന്നെയാണ് DE റിസർവേഷനും അൺലിമിറ്റഡ് ആയിട്ട് ടിക്കറ്റ് അടിച്ചൊടിച്ച് പോകും. അത് ജനറലിൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ സീറ്റിൽ കർച്ചീഫൊക്കെ വെച്ചിട്ടാണല്ലോ പോകാറ്, സീറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേ സെയിം അവസ്ഥ തന്നെയാണ് ഈ DE റിസർവേഷൻ സ്ലീപ്പറിലും. നമ്മൾ ബാത്റൂമൊക്കെ പോകുകയാണെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ കയറി വന്നിരുന്നെങ്കിൽ നമ്മൾ സീറ്റ് പോയി. അത് അത്ര തന്നെ. നമുക്ക് സ്വന്തമായിട്ട് സീറ്റില്ല. ജനറൽ പോലെ തന്നെയാണ് DE റിസർവേഷൻ കോച്ച് എന്ന് പറയുന്നത്. സ്കാമാണെന്ന് വെച്ചാൽ സ്കാമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അൺലിമിറ്റഡ് ആയിട്ട് ടിക്കറ്റ് അടിച്ചു പോകും, അത്രയല്ല. ഇപ്പം തന്നെ അതിൽ നല്ല രീതിക്ക് ആൾക്കാരായി ജനറൽ പോലെ തന്നെ ഏകദേശം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ അതിൻ്റെ തൊട്ടുമുമ്പുള്ള B1 കോച്ചിലാണല്ലേ ജസ്റ്റ് ആ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. 16-ന് തിരുവനന്തപുരത്ത് നിന്ന് വിട്ട വണ്ടിയാണിത്. ഇവിടെ വന്ന് ഇവിടെ നിന്ന് അത് മുംബൈയിലേക്ക് പോയി, മുംബൈയിൽ നിന്ന് വീണ്ടും ഇവിടെ വന്ന് ഇന്ന് വീണ്ടും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മഹാരാഷ്ട്രയിലൊക്കെ പോകുമ്പോൾ ഈ ട്രെയിൻ അവസ്ഥ മാറുന്നത് അതിൻ്റെ ചെറിയൊരു വിശ്വാസം കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നല്ല പുതുത്ത വണ്ടി ഉണ്ടായതാണ്. പാൻ പരാഗ്, പാൻ മസാല അതൊക്കെ ബംഗാളികൾ തുപ്പി ചെയ്തിട്ടുണ്ട് ഇവിടെ. ബംഗാളികളല്ല, മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരായിരിക്കും, ഹിന്ദിക്കാരായിരിക്കും. അവർ കത്തിക്കാൻ ഈ വണ്ടി മോശം. പിന്നെ സ്ലീപ്പറിൻ്റെ ടോയ്ലറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടോയ്ലറ്റൊക്കെ വൃത്തിയുണ്ട്, അവിടെ മാത്രം തുപ്പിച്ചിട്ടുണ്ട്. അത് ഹിന്ദിക്കാരൊക്കെ അങ്ങനെയാണല്ലോ. ഏത് വണ്ടിയിലായാലും പാൻ പരാഗ്, പാൻ മസാല ഒക്കെ ചാച്ചി തുപ്പിയിടും. മലയാളികൾ ഒട്ടും മോശമല്ല. മലയാളികൾ ഏത് വണ്ടിയായാലും അകത്തൊക്കെ ഒരു സിഗരറ്റൊക്കെ വലിക്കും. അതിന് എത്രയോ കണ്ടിട്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് മലയാളത്തൊക്കെ വന്നത്. ഇപ്പം ഒരു പുള്ളിക്കാരൻ ഭാഗത്ത് അകത്തൊക്കെ ഒരു സിഗരറ്റ് വലിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ വണ്ടികൾ LHPയിലൊക്കെ സിഗരറ്റൊക്കെ വലിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കാരണം സ്മോക്ക് ഡിറ്റക്ഷനൊക്കെ ഉണ്ടാവും, സ്മോക്ക് അലാമൊക്കെ ഉണ്ടാവും. സിഗരറ്റ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഫുള്ള് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഓട്ടോമാറ്റിക് തന്നെ എമർജൻസി സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിനൊന്നും നിങ്ങൾ നിൽക്കരുത്. സിഗരറ്റൊക്കെ വലിക്കുന്നവരാണെങ്കിൽ അതിനൊന്നും നിൽക്കരുത്. ബാത്റൂം അകത്ത് കയറുന്ന സിഗരറ്റൊന്നും വലിക്കരുത്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ കൊണ്ടിട്ട് അതൊക്കെയാണ് ഇങ്ങനെ പാർട്ടി നോക്കി നോക്കുന്നത്. ഈ വണ്ടിക്ക് പെട്ടെന്ന് LHP ഇട്ടാളൊരു കാരണം ഈ വണ്ടി തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മംഗലാപുരത്തിന് മുംബൈ വരെ പോകുന്ന വണ്ടിയാണല്ലോ. അതായത് മംഗലാപുരത്ത് നിന്ന് മുംബൈയിലേക്ക് വേറെ വണ്ടിയായിട്ട് പോകാമല്ലോ. അപ്പോൾ അത്രയും ദൂരം ഓടുന്നത് കൊണ്ടാണ് ഇതിന് പെട്ടെന്ന് LHP ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ LHP ആവേണ്ട വണ്ടി മെയിൻലി വെസ്റ്റ് കോസ്റ്റ്, മലബാർ, മാവേലി ഈ 4 വണ്ടികൾക്ക് LHP ആവേണ്ടത്. കാരണം ഈ 4 വണ്ടികൾ റേക്ക് ഷെയറിംഗ് ആണ്. അതുകൊണ്ട്
അത് LHP ആകാൻ കുറച്ച് ടൈം എടുക്കാം. അപ്പം വലിയ മലബാർക്ക് ഏത് കാലത്ത് LHP ആവുമെന്ന് പറയാൻ വരെ പറ്റില്ല കേട്ടോ. ചില വട്ടം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ശബരി എക്സ്പ്രസ് LHP ആകുമ്പോഴാണ് ഏപ്രിൽ 18 തോന്നുന്നത്. അത് സെക്കന്ദരാബാദ് ഹൈദരാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അതിൻ്റെ ഫസ്റ്റ് LHP റണ്ണ് ശബരി എക്സ്പ്രസ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ LHP ആണ്ട് മറ്റ് 2 വണ്ടികൾ, ഒന്ന് നമ്മളെ മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സും പിന്നെ ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഈ 2 വണ്ടികൾ LHP ആണ്. അതുപോലെ തന്നെ മംഗലാപുരം കോയമ്പത്തൂർ LHP ആകുമ്പോൾ എറണാകുളം എക്സ്പ്രസ്സും LHP ആവും. കാരണം പ്രേക്ഷ ഷെയറിംഗ് വണ്ടികൾ. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് LHP റൺ ഇത് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ട്രെയിൻ ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു മംഗലാപുരം സെൻട്രലിൽ നിന്ന്. അവിടെ കൊമ്പൻ, മംഗലാപുരത്തെ കൊമ്പൻ അതവിടെ മംഗളൂരു സെൻട്രലിലോട്ട് വരുന്നതൊക്കെ ഒരു കൊമ്പൻ. ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ്. ഈ മംഗളൂരു സെൻട്രലിലോട്ട് വരുന്ന 2 വന്ദേ ഭാരത് ഉണ്ടല്ലോ, മെഡിക്കാവ് വന്ദേ ഭാരത്, പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വരുന്ന വന്ദേ ഭാരതും. ഈ 2 വന്ദേ ഭാരതും കഴിഞ്ഞാൽ ഇവിടുത്തെ കൊമ്പനാണിത്. സൂപ്പർ ഫാസ്റ്റ്, ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഈ 143-48 ഈ ഒരു ട്രെയിന് ICF ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മംഗലാപുരത്ത് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഫുൾ വീഡിയോ ചാനലുണ്ട്. ഈ വർഷം തന്നെ യാത്ര ചെയ്തതാണ്. ഈ വർഷത്തെ ആദ്യത്തെ യാത്ര ആയിരുന്നത് ഇതാ മംഗളൂരു സെൻട്രൽ. ഇപ്പത്തിതാ വിജയപുര സ്പെഷ്യലിൻ്റെ ലിങ്ക് WDP4D ഡീസൽ ലിങ്ക് വന്നിട്ട് അത് അസം പോയി പോകുന്ന വണ്ടിയാണല്ലോ. വേറെ ഏതോ വണ്ടിയിൽ പോകുന്നൊരു ഫീല്. തിരുവനന്തപുരം എക്സ്പ്രസ് ആണെന്ന് തോന്നിക്കുന്നേ ഇല്ല LHP കാരണം. ട്രെയിൻ ഇതാ നേത്രാവതി പാലത്തിൻ്റെ അവിടത്തേക്ക് എത്തുകയാണ്. സമയം 3:03. ട്രെയിനിൻ്റെ ആദ്യത്തെ ഹാൾട്ടായ കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. LHPയിൽ കുമ്പള സ്റ്റോപ്പുള്ള ഏക വണ്ടി, ആദ്യത്തെ വണ്ടി LHPയിൽ കേട്ടോ. LHPയിൽ കുമ്പള മാത്രമല്ല, തൃക്കരിപ്പൂരും ബേക്കൽ ഫോർട്ടൊക്കെ സ്റ്റോപ്പുള്ള ആദ്യത്തെ LHP വണ്ടിയാണ്. ബേക്കൽ ഫോർട്ടൊക്കെ തിരിച്ചു വരുമ്പോഴേ ഉള്ളൂ കേട്ടോ സ്റ്റോപ്പ്, പോപ്പ് സ്റ്റോപ്പില്ല. ട്രെയിൻ അങ്ങനെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് തിരുവനന്തപുരം എക്സ്പ്രസ്സിന് വന്ന പോലെ ഇല്ല, ഏതോ എറണാകുളം വെരാവൽ എക്സ്പ്രസ്സിനൊക്കെ വന്ന പോലെ ഇപ്പോൾ ഒരു ഫീല്. കാരണം വൈകിട്ട് സമയവും LHP ആണല്ലോ. ട്രെയിൻ അങ്ങനെ ഇവിടുന്ന് എടുത്തു കേട്ടോ, കാഞ്ഞങ്ങാട് നിന്ന് എടുത്തു, തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ബ്രാൻഡ് ന്യൂ LHP തിരുവനന്തപുരം എക്സ്പ്രസ് S80. ഇതിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിലാണ് ഞാൻ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടാണ്. അവിടെ വരെ കെട്ടിക്കഴിഞ്ഞ് പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് പിന്നെ അവിടെ കുറച്ച് രീതിയിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടി മാത്രമേ ഇല്ല. അത് കൂടി കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം റെഡിയായി. പിന്നെ അവിടെ ഒരു നെയിം ബോർഡും അത്രേ ഉള്ളൂ. ഞാൻ ഒരു വാസ്കോ വേളാണിൻ്റെ കാര്യം പറയട്ടെ. ട്രെയിനിന് ആ വണ്ടി ഇതാ പോകുന്നു. ഇത് റൂട്ട് ഡൈവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ദൂദ്സാഗറിലേക്ക് പോയ വണ്ടിയായത്. ദൂദ്സാഗർ വഴി വേളാങ്കണ്ണിയിലേക്ക് പോയ വണ്ടി. അങ്ങനെ മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് LHP ആയിരിക്കാണ്. ഈ വണ്ടി തിരുവനന്തപുരത്ത് പുറപ്പെട്ടത് 16-ാം തീയതിയാണ്. അപ്പോൾ 17-ന് ഇവിടെ എത്തി 17-ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ LHP ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ട് നമ്മൾക്ക് ഞാൻ പ്ലിങ് ആയിപ്പോയി. കാരണം ICFൽ തന്നെ ഇന്നലെ ഓടിയത്. അതിൻ്റെ ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ പ്ലിങ് ആയെങ്കിലും ഒരു കാര്യം ഞാൻ വീട്ടിലെത്തി ഞാൻ ശ്രദ്ധിച്ചത്. കാരണം പ്ലിങ് ആണെങ്കിൽ പോലും ഇന്നലെ ഞാൻ ചിത്രീകരിച്ച് ഇതിൻ്റെ അവസാനത്തെ ICF ഫോട്ടോ അല്ലേ, അതൊക്കെ കൊണ്ട് ചെറിയൊരു ആശ്വാസം. പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ആരും അറിയാതെ റെയിൽ സൈഡ് വന്ന് ട്രെയിൻ കാണാൻ വരും. അതായത് ചെറുപ്പകാലത്ത് ഒരു 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒക്കെ ഡീസലൊക്കെ എന്താ സമയത്ത് ഈ ഭാഗമൊക്കെ ആ സമയത്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇറങ്ങി വരും. കാരണം റെയിൽ സൈഡാണെന്ന് പോകുന്ന പറഞ്ഞെങ്കിൽ പിന്നെ പെരക്ക് തിരിച്ച് കയറ്റൂല. അപ്പോൾ അങ്ങനെ റെയിൽ സൈഡ് വന്ന് ട്രെയിൻ കാണാൻ വരും. അപ്പോൾ ട്രെയിൻ കാണാൻ വരുന്ന സമയം എന്ന് പറയുന്നത് ഒരു 3:15, 3:30ഒക്കെയാണ്. വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ ആ സമയത്ത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ട്രെയിൻ കാണാൻ വരുന്ന സമയത്ത് 3:30 എപ്പോഴും 2 വണ്ടി ഉണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി, അങ്ങോട്ടേക്കും ഒരു വണ്ടി. ഇങ്ങോട്ടേക്ക് എറണാകുളം, അങ്ങോട്ടേക്ക് തിരുവനന്തപുരം എക്സ്പ്രസ്. അങ്ങനെ അതൊന്നും അറിയില്ല. ആ സമയത്ത് പേരൊന്നും അറിയില്ല. 2 വണ്ടി ഉണ്ടെന്ന് മാത്രം അറിയാം. അത് ഞാനൊരു സമയത്ത് ടൗണിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഗേറ്റ് അടിച്ച് നമ്മൾ 3:30 2 വണ്ടി പോയ കാരണം ആ സമയത്ത് അങ്ങനെ കണ്ടുപിടിച്ചാണ്. അപ്പം അങ്ങനെ ഞാൻ ഡെയിലി അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് ട്രെയിൻ കാണാൻ വരും. ആ ഒരു ട്രെയിൻ കാണുന്നത് ഇന്നലെ വരെ ഞാൻ ആ ഒരു പാറ്റേണിൽ ട്രെയിൻ കണ്ടിട്ടുണ്ടാവും. 3:30 എറണാകുളം അങ്ങോട്ടും തിരുവനന്തപുരം എക്സ്പ്രസ് ഇങ്ങോട്ടും. ഡെയിലി അല്ല, ഒരു പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിലൊക്കെ വെറുതെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് റെയിലങ്ങോട്ട് വന്ന് ട്രെയിനൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പതിവ്. അപ്പോൾ ഇന്നലെ വരെ അങ്ങനെ ചെയ്ത്. പക്ഷേ ഇന്ന് തൊട്ട് ആ 3:30 ഞാൻ ഡെയിലി എപ്പോഴും പണ്ട് കാണുന്ന റേക്കല്ല ഇന്ന് തൊട്ടുള്ളത് LHP ആണ്. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. ആ റേക്കിനെ കാണില്ല, തിരുവനന്തപുരം എക്സ്പ്രസ് ഞാൻ റേക്കിൽ കാണില്ല. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പുതിയ റേക്ക് കിട്ടിയെന്ന് സന്തോഷിക്കാം. അവിടുത്തെ തിരക്ക് കണ്ടിട്ട് എറണാകുളം എക്സ്പ്രസ് പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പ്ലാറ്റ്ഫോം 2-ൻ്റെ അവിടെ അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് LHP ആയിരിക്കുകയാണ്. 2 സൈഡും LHP ആയിരിക്കുകയാണ്, അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ എന്തായാലും LHP അടിപൊളി ട്രെയിൻ തന്നെയാണ് കേട്ടോ. സ്ലീപ്പറൊക്കെ നല്ല അടിപൊളി കംഫേർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ DE റിസർവേഷനാണ് ചെയ്ത് വന്നത്. അതിൻ്റെ കാര്യം പറയുമ്പോൾ DE റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ജാം പാക്കഡ് ആയിട്ടാണ്. ജനറൽ പോലെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ DE റിസർവേഷൻ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അതെടുക്കേണ്ട ആവശ്യമില്ല. ജനറൽ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം മൊത്തത്തിൽ ആൾക്കാർ ഇടിച്ച് കയറി അതിനകത്തും സീസൺ ടിക്കറ്റ് ആറ് DE റിസർവേഷനിലാണ് കയറി വരുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിപ്പോൾ അങ്ങനെയായി പോട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. അതിൻ്റെ മുമ്പായിട്ടൊരു കാര്യം പറയാണ്ട്, ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഡുറൻഡോ എക്സ്പ്രസിൻ്റെ വീഡിയോ ഇന്നിടാൻ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അത് നാളെയോ മറ്റന്നാളും ആ വീഡിയോ ഞാൻ ഇടാം. അപ്പം ബൈ.